Hi friends, Assalamualaikum. Welcome back to Stitching Lab. ഇന്ന് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് വൈകുന്നേരത്തെ ഒരു കാഴ്ചയുണ്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. ഇന്ന് നമുക്ക് ഒരു ഫ്ലവർ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഒരു കോയിൻ എടുത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു 6 ലൈന് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഞാനിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പേൾ കോട്ടൺ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാ ത്രെഡും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് നീഡിലൊന്ന് കോർത്തിട്ട് ഒരറ്റത്ത് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിലുള്ള ലൈൻസൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയ ആ ഒരു ഭാഗത്തിനായിട്ട് നീഡിലിനെ ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കാം. ശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ത്രെഡിൻ്റെ താഴെ കൂടി നീഡിലിനെ ഇതുപോലെ ഒന്ന് കയറ്റിയിട്ട് നമ്മളിതാ ഈ ഒരു ത്രെഡിനെ നീഡിലിൽ ഇതുപോലെ ഒന്ന് ചുറ്റി ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. വലിച്ചു കൊടുക്കുമ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് വലിച്ചെടുക്കാതെ നമ്മളിതാ ഇതുപോലെ ഉണ്ടോ ഈ റൗണ്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മളിതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ആ ഒരു സെയിം ലൈനിൻ്റെ താഴെ കൂടി തന്നെ നീഡിലിന് ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ആ റൗണ്ടിനെ കണക്കാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് അടുത്തതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ആ സെയിം ത്രെഡിൻ്റെ താഴെ കൂടി ഇതുപോലെ നീഡിലിൽ നിന്ന് കയറ്റിയിട്ട് നമ്മളിതാ ഈ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നീഡിലിനെ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മൾ ആ റൗണ്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഈ ഒരു ത്രെഡിനെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ആ ഒരു ലൈന് ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റത്തെ ലൈനിൻ്റെ താഴെ കൂടി നീഡിലിനെ കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ലൈനിൻ്റെ താഴെ കൂടി ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിതാ രണ്ടാമത്തെ ലൈനിൻ്റെ താഴെ കൂടി ഇതുപോലെ നീഡിലിൽ നിന്ന് കയറ്റിയിട്ട് ഈ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ നീഡിലിനെ ഇതുപോലെ ഒന്ന് കയറ്റി ഒന്ന് വലിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലൈനും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ടാമത്തെ ലൈനിൻ്റെ താഴെ കൂടി ഇതുപോലെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ലൈൻസിൻ്റെ താഴെ കൂടിയൊക്കെ എടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
എല്ലാ ലൈൻസിൻ്റെ താഴെ കൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നീഡിലിനെ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് താഴേക്കൊന്ന് ഇതുപോലെ ഒന്ന് കുത്തിയിറക്കാം. ത്രെഡിന് ഫുള്ളായിട്ട് താഴേക്ക് വലിച്ചെടുക്കരുത് കേട്ടോ. ശേഷം നമുക്കിതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ യെല്ലോ കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതാ ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.